ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയക്കുന്നത് ഒന്നുകിൽ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ തന്നെ നമുക്ക് ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ചില സമയത്ത് അയച്ചു കൊടുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ വിചാരിക്കുക അയ്യോ ഫോട്ടോ അത്ര പോരാ, ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ നമുക്ക് അത്ര കുറച്ചുകൂടി നന്നാക്കിയിരുന്നൊക്കെ വിചാരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. പലരും ഇത് കാണാത്തതാണ്, അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ പലരും ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് വാട്സപ്പിലുള്ള ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഫോട്ടോസ് അയക്കുന്നത് സാധാരണ നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാമറ എടുത്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഫോട്ടോയോ ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫൈലിലേക്ക് നമുക്ക് നമ്മുടെ ഒരു അടിപൊളി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസ് അയക്കാൻ കുറേ ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അയക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻ്റെ തന്നെ ഫോട്ടോ വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് അയക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഗാലറിയിലേക്ക് താഴെ കണ്ടില്ലേ, താഴെയുള്ള ഫോട്ടോസ് ഗാലറിയിലുള്ള ഫോട്ടോസാണ് ഇവിടെ കാണിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഇവിടെ അറ്റാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ, ആ ഒരു പിൻ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗാലറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏത് ഫോട്ടോയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. അപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ വിരൽ കൊണ്ട് ഇവിടെ കണ്ടില്ലേ ഫിൽറ്റേഴ്സ് എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കണ്ടില്ലേ, മുകളിലേക്കൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്വൈപ്പ് ചെയ്യാം. മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ കുറേ ഫിൽറ്റേഴ്സ് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഫിൽറ്റർ എടുക്കുക, സ്വൈപ്പ് ചെയ്യുക, കണ്ടില്ലേ ഇവിടെ ഇതേപോലെ നമുക്ക് പല ഫിൽറ്റേഴ്സ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ഈ ഫിൽറ്റേഴ്സ് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് ഫിൽറ്റർ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് കണ്ടില്ലേ മുകളിൽ മാറ്റം വരുന്നത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് ആക്കാം. കണ്ടില്ലേ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നിങ്ങളുടെ ഫോട്ടോയും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ മഞ്ജു വാര്യരുടേതാണ് കാണിച്ചത്. ഇത് നമ്മുടെ തന്നെ സ്വന്തം ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഞാൻ മറ്റൊരു ഫോട്ടോ കൂടി ഞാൻ കാണിച്ചത്, അതുകൂടി കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. ഞാനിവിടെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫിൽറ്റേഴ്സിലൊന്ന് നമ്മൾ നേരെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഫിൽറ്റർ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ഏത് ഫിൽറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ടത് ആ ഫിൽറ്റർ നമ്മൾ ഓരോന്ന് ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടിക്ക് മാർക്ക് വരുന്നുണ്ട്. അതിനനുസരിച്ച് മുകളിൽ കണ്ടില്ലേ ഫോട്ടോയുടെ ആ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഫിൽറ്റർ വേണ്ടത് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ പല രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഫിൽറ്ററിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ആ ടിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അടിപൊളി ഫോട്ടോസ് ഇതേപോലെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇത് പലരും അറിയാത്തൊരു ഓപ്ഷനാണ്. കാരണം ഈ ഒരു സ്വൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഫ്രണ്ട്സിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് അയക്കുന്ന സമയത്ത് ഈ ഫോട്ടോനെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അടിപൊളിയാക്കിയിട്ട് അയച്ചു കൊടുക്കാൻ മറന്നു പോകും.